ഇന്ന് നമുക്ക് ഏവർക്കും അറിയാം, ഈ സർക്കാർ വന്ന ശേഷം എല്ലാ മേഖലകളിലും ഒരു സമസ്ത വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓരോ വകുപ്പിലും പ്രത്യേക സ്കീമുകളും പ്രത്യേക കൈത്താങ്ങുകളും കരുതലുകളും നിങ്ങളെല്ലാവരും കണ്ടു കാണും കേട്ട് കാണും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, ഒരു വിജ്ഞാന കേരളം, കേരളത്തിനെ ഒരു നോളജ് എക്കണോമിയെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് സർക്കാർ. അപ്പം അതിന് പ്രധാനമായിട്ടും ഊന്നൽ നൽകേണ്ടത് ഉന്നത വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ്. ഈ രണ്ട് മേഖലകളിലും നമ്മൾ സ്തുത്യാർഹമായ മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളത് കണ്ടൊരു കുഴപ്പം, ഒരുപാട് ഗവേഷക വിദ്യാർത്ഥിനികൾ ഈ മേഖലകളിൽ ഉണ്ടെങ്കിലും അവർക്ക് ഒരു കൈത്താങ്ങ്, പലപ്പോഴും ഒരു സ്കോളർഷിപ്പോ ഒരു അവാർഡോ ഒന്നും കിട്ടാതെ അവർ വളരെ കഷ്ടപ്പെട്ട് ഈ പറയുന്ന ഗവേഷണ മേഖലകളിൽ സർവകലാശാലകളിലും കോളേജുകളിലും പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരുമാണ്. അപ്പോൾ സർക്കാർ അത് വളരെ ഒരു ബലഹീനതയായി കാണുകയും അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഈ വർഷം ആരംഭിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സവിശേഷത. CM റിസർച്ച് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞൊരു പദ്ധതി ഗവൺമെന്റ് ഈ വർഷം ആഹ്വാനം ചെയ്യുകയും അതിൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട 143 വിദ്യാർത്ഥിനികളെ ഇന്ന് അവർക്ക് ഒരു വർഷത്തേക്കുള്ള ഒരു സ്കോളർഷിപ്പ് നൽകുകയാണ്. ആദ്യത്തെ ഗഡുവായിട്ടുള്ള 6 മാസത്തെ സ്കോളർഷിപ്പ് ഇന്ന് വിതരണം ചെയ്യുകയാണ്. ഓൾറെഡി എല്ലാവരുടെയും കയ്യിൽ അത് എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അത് രാവിലെ തന്നെ അത് നിങ്ങളുടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ അത് ഉണ്ടായിരിക്കണം എന്ന് ആ ചടങ്ങ് ഇവിടെ ഔദ്യോഗികമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നിർവഹിക്കുകയാണ്. നമ്മൾ ഈ ചടങ്ങിലേക്ക് വരാം. എൻ്റെ കർത്തവ്യം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഈ ചടങ്ങിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഈ നിയോജകമണ്ഡലത്തിലെ MLA കൂടിയായ മുൻ മന്ത്രി കൂടിയായ ശ്രീ ആന്റണി രാജു MLA ആണ്. അദ്ദേഹത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമുക്കെല്ലാം അറിയാം, മുൻ മന്ത്രിയായിരുന്നു, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. സ്തുത്യാർഹമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ 2 വർഷം 3 വർഷ കാലത്ത് അദ്ദേഹം ചെയ്തിരുന്നു. നമുക്കെല്ലാം അദ്ദേഹത്തെ സുപരിചിതമാണ്. കാരണം തിരുവനന്തപുരക്കാർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. നമ്മുടെ ഏത് പ്രോഗ്രാമിനും ഏത് വികസന പ്രവർത്തനത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു കൈമുദ്ര, ഒരു മുദ്ര ഉണ്ടാകും. നമ്മുടെ ഇവിടുത്തെ ഏത് കോളേജിൽ ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും അദ്ദേഹം സമയത്തിന്, ഇന്നും നമുക്കൊരു ആശങ്കയുണ്ട് അദ്ദേഹം വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ മന്ത്രി വരുന്നതിന് മുമ്പ് അദ്ദേഹം ഇവിടെ സന്നിധനായിട്ടുണ്ട്. അത്തരത്തിലുള്ള ശ്രീ ആന്റണി രാജു അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ R. ബിന്ദു അവരെ പറ്റി പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഒരു അധ്യാപികയായിരുന്നു, നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പറ്റി സമഗ്രമായി പഠനം നടത്തിയ ഒരു വ്യക്തിത്വമാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം പഠനത്തിലൂടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. FIUGP വളരെ ശക്തമായ നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കകൾ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു വർഷത്തെ പ്രവർത്തനം കണ്ടപ്പോൾ അതിൻ്റെ പോക്ക് നല്ല ദിശയിൽ തന്നെയാണ്. കരിക്കുലം മാറിക്കഴിഞ്ഞു, സിലബസ് മാറിക്കഴിഞ്ഞു. മാഡം നേരത്തെ സൂചിപ്പിച്ച മ്യൂസിക് കോളേജിൻ്റെ പരിവർത്തനം, അതിൻ്റെ മാറ്റങ്ങളും മാഡത്തിൻ്റെ ഒരു ദീർഘദൃഷ്ടിയുടെ ഭാഗമാണ്. വരും കാലങ്ങളിൽ മ്യൂസിക് കോളേജുകൾക്കും നല്ലൊരു കാലം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാഡം സമയത്തിന് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം നടത്താൻ മറ്റാരെക്കാളും യോഗ്യം മാഡം തന്നെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ ഈ വാർഡിൻ്റെ കൗൺസിലർ കൂടിയായ ഡോക്ടർ രാഖി രവികുമാർ, വർഷങ്ങളായിട്ട് ഇവിടുത്തെ കൗൺസിലറാണ്. ഇവിടുത്തെ ഓരോ വിഷയങ്ങളും അറിയാം. ഈ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും മാഡത്തിന് നന്നായിട്ട് അറിയാം. ഏത് ഫംഗ്ഷനും നമ്മൾ വിളിക്കുന്ന എല്ലാ ഫംഗ്ഷനും മാഡം വരികയും ഈ കോളേജിൻ്റെ എല്ലാ മുന്നേറ്റത്തിനും മാഡത്തിൻ്റെ കരങ്ങളും എപ്പോഴും ഉണ്ടാവും. മാഡത്തിനെ ഞാൻ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന 2 വ്യക്തികൾ ഇന്ന് സ്റ്റേജിലുണ്ട്, ഫെലിസിറ്റേഷൻ വന്നിട്ടുണ്ട്. ഡോക്ടർ സുനിൽ ജോൺ അഡീഷണൽ ഡയറക്ടറാണ്. കോളേജ് വകുപ്പിൻ്റെ വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പലായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. എൻ്റെ ലെഫ്റ്റനൻ്റായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന മറ്റൊരു കൊലീഗുണ്ട്, ഡോക്ടർ VS ജോയ്. അദ്ദേഹം പ്രിൻസിപ്പലായിരുന്നു, ഇപ്പം ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിമൻസ് കോളേജിൻ്റെ സാരഥിയായ ഡോക്ടർ ഉമാജ്യോതി എന്നിവിടെ സന്നിധായിട്ടുണ്ട്. കോളേജിൻ്റെ ഈ ഹോൾ വിട്ടുകയറുകയും ഫംഗ്ഷൻസ് ഇവിടെയൊക്കെ നല്ല ഭംഗി അറേഞ്ച് ചെയ്യുകയും ചെയ്ത് മാഡം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാഡത്തിനെ ഞാൻ എല്ലാവരുടെയും പേരിലേക്ക് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വളരെ ചെറിയ ഒരു സമയത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തത്. നിങ്ങളെ ഏവരെയും ക്ഷണിച്ചിട്ടുള്ളത്. 143
വിദ്യാർത്ഥികൾ റിസർച്ച് സ്കോളേഴ്സിൽ നിന്നും ഏകദേശം 10ഓളം പേര് അവരുടെ മാതാപിതാക്കളുടെ ഒപ്പം അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഒപ്പം ഇന്ന് ഇവിടെ ഹാജരായിട്ടുണ്ട്. നിങ്ങൾക്കാണ് ആക്ച്വലി നന്ദി പറയേണ്ടത്. ഞാൻ നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഓഫീസിലെ ആൾക്കാർ, ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഈ കോളേജിലെ അധ്യാപകർ, അനധ്യാപകർ, NCC NSS പ്രവർത്തകർ, മാധ്യമങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാവരും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ അധ്യക്ഷ പ്രസിഡന്റിനായി ബഹുമാനപ്പെട്ട ആന്റണി രാജു MLA അവരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. CM റിസർച്ച് സ്കോളർഷിപ്പ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം ഈ പരിപാടി ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവാണ്. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ K. സുധീർ IAS, ഈ വാർഡിൻ്റെ പ്രിയങ്കരിയായ കൗൺസിലർ, മുൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് രാഖി രവികുമാർ, അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോൺ J, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VS ജോയ്, പ്രിൻസിപ്പൽ ഡോക്ടർ ഉമാ ജ്യോതി, പ്രിയമുള്ള അധ്യാപകരെ, ഇവിടെ ഈ റിസർച്ച് സ്കോളർഷിപ്പിന് അർഹരായി ഇവിടെ ചടങ്ങിനെത്തിയിരിക്കുന്ന പ്രിയമുള്ള ഗവേഷക വിദ്യാർത്ഥികളെ, മാധ്യമ സുഹൃത്തുക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഗവേഷണ രംഗത്ത് ഒരു പുതിയ ചുവടുവയ്പ്പാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരിക്കുന്നത്. ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല മേഖലകളിൽ നിന്നും വിവിധ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഗവേഷണ രംഗത്ത് തുടരുവാനും പിടിച്ചു നിൽക്കുവാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സാമ്പത്തിക സഹായവും ഇല്ലാതെ വീണ്ടും വീട്ടുകാരുടെ തണലിൽ തന്നെ ഗവേഷണവും കൂടി നടക്കുന്ന കാലഘട്ടം ചെലവഴിക്കുക എന്നുള്ളത് ആ ഗവേഷകരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാനസികമായി ഒരുപാട് സംഘർഷമുള്ളൊരു കാര്യം. ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് വീണ്ടും രക്ഷകർത്താക്കളുടെ തണലിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാതെ വീണ്ടും കുടുംബത്തെ ആശ്രയിച്ച് ഗവേഷണം നടത്തുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് മാനസികമായി ഏറെ സംഘർഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ മറ്റ് യാതൊരു വിധ സ്കോളർഷിപ്പും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അവരും ഗവേഷണ രംഗത്ത് തുടരണം എന്നുള്ള ഗവൺമെൻറ്, ഈ സർക്കാരിൻ്റെ നയപരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരം ഒരു പരിപാടി, നൂതനമായൊരു പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നത്. വളരെ കാലമായുള്ള വിദ്യാർത്ഥികളുടെ ആവശ്യമാണ് ഇപ്പോൾ സഫലമാകുന്നത്. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഗവേഷണ രംഗം ആ സംസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ നിർണായകമായ ഒരു വിഭാഗമാണ്. പല രാജ്യങ്ങളുടെയും വളർച്ച ഗവേഷകർ നൽകുന്ന സംഭാവനകളിലൂടെയും അവർ നൽകുന്ന നിർദ്ദേശങ്ങളിലൂടെയുമാണ്. ഞാനൊരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് നോർവേയിൽ അന്ന് MLA ആയിരിക്കുമ്പോൾ ഒരു പഠന സംഘത്തോടൊപ്പം പോയപ്പോൾ ആ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് അല്ലെങ്കിൽ ആ ഗവൺമെൻറ് നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുന്നത് പോലും ഗവേഷക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഓരോ വകുപ്പുകളെയും കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തെല്ലാം പദ്ധതികളാണ് ഓരോ മേഖലയിലും ആവിഷ്കരിക്കേണ്ടതെന്ന് ഗവൺമെൻറ്റിന് ഉപദേശിക്കുക മാത്രമല്ല, ഗവൺമെൻറ്റിന് അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സ്വീകരിക്കാൻ ബാധ്യത കൂടിയുണ്ട്. അത്തരത്തിലൊരു നിയമം ഉള്ള രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ കൺട്രീസ്. അങ്ങനെയാണ് ഒരുപക്ഷെ അവരുടെ ഉന്നതമായ വളർച്ചയും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൽ, മുന്നോട്ടുള്ള വളർച്ചയിൽ ഗവേഷക രംഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഗവേഷണ രംഗത്ത് സമർത്ഥമായി ഗവേഷണം നടത്തി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. ആ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭരണ സംവിധാനം രൂപപ്പെടുത്തുക, അതിലൂടെ രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുക. അപ്പോൾ നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും വളർച്ചയിൽ ഗവേഷണ മേഖല എത്ര പ്രാധാന്യമുള്ളത് എന്നുള്ളതിൻ്റെ തെളിവാണത്. ഇവിടെ ഗവേഷക രംഗത്ത് പ്രവർത്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ പരാധീനത മൂലം ആ മേഖലയിലേക്ക് കടക്കാൻ കഴിയാതെ
മറ്റ് മേഖലകളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന ഗവേഷകരാകാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വലിയൊരു താങ്ങാണ്, ഒരു കൈത്താങ്ങാണ്. അവരെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപ ഒരു മാസം വലിയൊരു തുകയല്ലെങ്കിലും അതൊരു ചെറിയ തുകയല്ല. ഗവേഷക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഗവേഷണം നടത്തി പൂർത്തിയാക്കി വിജയകരമായി പൂർത്തിയാക്കുവാനും മാനസിക സംഘർഷങ്ങളില്ലാതെ അവരുടെ മറ്റാരുടെയെങ്കിലും ഔദാര്യത്തിൽ അല്ലെങ്കിൽ വീണ്ടും വീട്ടുകാരുടെ ഒരു ആശ്രയത്തിൽ നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ ഗവേഷണം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങളില്ലാതെ ഗവേഷണ വിദ്യാർത്ഥികളായി മുന്നോട്ട് പോകുവാൻ ഗവൺമെൻറ് നടപ്പാക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതി. മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾ ഇത്തരം പദ്ധതികളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം ഒരു പദ്ധതി ആദ്യമായിട്ടാണ്. സാമ്പത്തികമായി ഏറെ പരാധീനതകളുണ്ടെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന് അർഹമായവ നൽകാതെ തടഞ്ഞു വെൽക്കുന്ന സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിലും ഇത്തരം ഒഴിവാക്കാനാവാത്ത അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായി ഇത്തരം മേഖലകളെ അതൊന്നും തന്നെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റിന്റെയൊക്കെ സാമ്പത്തികമായ അടിത്തറ അത്ര ഭദ്രമല്ല എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. കേരള സർക്കാരിന് അർഹതപ്പെട്ടതുപോലും പല മേഖലകളിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ കേരളത്തിന് ലഭിക്കേണ്ടതും ലഭിക്കാൻ ആവശ്യമുള്ളതുമായ അർഹതയുള്ളതുമായ പണം പോലും കിട്ടാതെ തടഞ്ഞു വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് ഇത്തരം മേഖലകളെ അവഗണിക്കാതെ പുതിയ ഈ ആശയങ്ങൾ, നൂതനമായ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. പ്രതിവർഷം 1,20,000 രൂപ വെച്ച് ഏതാണ്ട് 3 വർഷക്കാലം ഗവേഷക വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സപ്പോർട്ട്, അതിലൂടെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഗവേഷണത്തിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക്, നൂതനമായ കണ്ടുപിടുത്തങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും നമ്മുടെ സംസ്ഥാനം വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, ഗവേഷണ രംഗം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ മേഖലയെക്കുറിച്ച് മാത്രമല്ലല്ലോ, വൈവിധ്യമാർന്ന മേഖലകളെ സ്പർശിക്കുന്നതാണ് ഗവേഷണ രംഗം. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി ഗവേഷണ വിദ്യാർത്ഥികളുടെ സംഭാവന ലഭിക്കണം, ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതി ബഹുമാന്യായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വളരെ കാലമായി നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചൊരു പദ്ധതിയാണ്. നമുക്കറിയാം, സാമ്പത്തികമായുള്ള ക്ലിയറൻസ് ഒക്കെ കിട്ടി വരാനുള്ള കാലതാമസമാണ് അല്പം വൈകിച്ചത്. എങ്കിൽ പോലും ഏതാണ്ടൊരു മുൻകാല പ്രാബല്യത്തോട് എന്ന് വേണമെങ്കിൽ പറയാം. 2025 ജനുവരി മുതൽ ഉള്ള തുക കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കിട്ടുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെ ഈ പദ്ധതി നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അധികൃതരെയും അതിന് ചുക്കാൻ പിടിച്ച ബഹുമാന്യായ മന്ത്രിയും അതിന് ക്ലിയറൻസ് കൊടുത്ത ബഹുമാനായ മുഖ്യമന്ത്രിയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും വിജയങ്ങളും ആശംസിക്കുന്നു. നന്ദി. ഈ പദ്ധതി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇതിന്റെ പദ്ധതി തുക വിതരണം ചെയ്യുന്നതിനും ബഹുമാന മന്ത്രി ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ MLA ശ്രീ ആന്റണി രാജു, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യനായ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ K. സുധീർ IAS, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഹുമാന്യനായ കൗൺസിലർ അഡ്വക്കേറ്റ് രാഖി രവികുമാർ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുനിൽ ജോൺ, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VS ജോയ്, കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാനിയായ ഡോക്ടർ ഉമാ ജ്യോതി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള യുവ ഗവേഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നാം ആർജിച്ചിട്ടുള്ള മുൻപോട്ടുള്ള കുതിപ്പിന് ഗതിവേഗം പകരുന്ന ഒരു പദ്ധതിക്കാണ് നാം എല്ലാവരും ചേർന്ന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരള സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിച്ച് ഏറ്റെടുത്തിട്ടുള്ള ഒരു ദൗത്യമാണ് കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി രൂപപ്പെടുത്തുമെന്നുള്ളത്. ഒരു
വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ വിപുലീകരിക്കുന്നതിനും ജനജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും ഉൽപ്പാദിപ്പിക്കുന്ന പുത്തൻ അറിവുകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും അധികം സംഭാവന ചെയ്യേണ്ടവരാണ് നമ്മുടെ ഗവേഷകർ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സമഗ്രവും സമൂലവുമായ പരിഷ്കരണ ശ്രമങ്ങളാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ സർക്കാർ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സർക്കാരിൻ്റെ, അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത്. അതുവരെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ചായിരുന്നു. സ്വാഭാവികമായും കൂടുതൽ സ്ഥാപനങ്ങളുള്ള, കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് മന്ത്രിമാർക്ക് സമയം കൂടുതൽ നൽകാൻ സാധിച്ചിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമായി അത് ഒരു വകുപ്പായി രൂപീകരിക്കപ്പെട്ടപ്പോൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ഇടപെടൽ ശേഷിയും എല്ലാം കൈവരിക്കാൻ നമുക്ക് അവസരമുണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മുടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രയോറിറ്റി സെക്ടറാണ് ഹയർ എഡ്യൂക്കേഷൻ മേഖല. ഒന്നാമത് മുൻഗണന ആ മേഖലയ്ക്ക് നൽകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഇടപര്യന്തം ആർജിച്ചിട്ടുള്ള ഏറ്റവും വലിയ മൂലധനം വിജ്ഞാനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ മൂലധനത്തെ ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ സാധ്യതകളെ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിന് വലിയ പ്രാധാന്യം നൽകുന്നത് കൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യ 4 വർഷക്കാലത്തിനുള്ളിൽ 6000 കോടി രൂപ ആ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് പുതുതായ പല പദ്ധതികൾക്കും തുടക്കം കുറിക്കാൻ നമുക്ക് സാധിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് സമഗ്രമായ നിലയിൽ തയ്യാറാക്കാനും അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതിനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് 4-year UG പ്രോഗ്രാം ലോഞ്ച് ചെയ്യാനും ഒക്കെ സാധിച്ചത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ സമീപനങ്ങളുടെ കേന്ദ്രബിന്ദുവായി പ്രവർത്തിച്ചത് ദ്വിമുഖമായ ഒരു സമീപനമായിരുന്നു. ഒരു ഭാഗത്ത് അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുന്ന വിധത്തിൽ പഠനവേളയിൽ തന്നെ തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഗ്യാപ്പ്, സ്കിൽ ഗ്യാപ്പ് നികത്തിപ്പോകാൻ കഴിയുന്ന വിധം പ്രവർത്തിമുഖ വിദ്യാഭ്യാസത്തിന്, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പ്രാധാന്യം നൽകുക, തൊഴിലാഭിമുഖ്യം, സംരംഭകത്വ താല്പര്യങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കുക. മറുവശത്ത് ഗവേഷണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ ഡിഗ്രി തലം മുതൽ, പ്രാരംഭഘട്ടം മുതൽ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക. ആ ഭാഗത്തിനാണ് നമ്മളിപ്പോൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. നാടിന് വേണ്ടുന്ന സാങ്കേതിക വിദ്യയും നാടിന് വേണ്ടുന്ന ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും എല്ലാം വികസിപ്പിക്കാൻ കെൽപ്പുള്ളവരായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുക. അവരുടെ സർഗശേഷി, അവരുടെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനുള്ള കഴിവ്, അതിലേക്കൊക്കെ പ്രയാണം നടത്തുന്നതിന് ഏറ്റവും വലിയ ഉത്തേജകമായി പ്രവർത്തിക്കേണ്ട ജിജ്ഞാസ, അതെല്ലാം തട്ടും തടവുമില്ലാതെ സ്വതന്ത്രമായി വളർത്തുക എന്നുള്ളതാണ് നാം കാണുന്നതായിട്ടുള്ള കാര്യം. പഠിതാക്കളുടെ ജിജ്ഞാസയാണ് പഠന അന്വേഷണങ്ങൾക്ക് ഏറ്റവും അധികം ആക്കം പകരുന്ന ഒന്ന്. അതുകൊണ്ട് തന്നെ ആ ജിജ്ഞാസയെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളാണ് ഇന്ന് ക്യാമ്പസുകളിൽ ഉണ്ടാകേണ്ടത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗവേഷകർ കണ്ടെത്തുന്ന അവരുടെ പ്രോബ്ലം, അതിനുള്ള പരിഹാരം, ഇത് തീർച്ചയായും നാടിന് ഉപയോഗപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട്. നോളജ് ട്രാൻസ്ലേഷൻ, സൈദ്ധാന്തികമായ അറിവുകളെ പ്രായോഗികമായ വിധത്തിലേക്ക് പരാവർത്തനം ചെയ്തുകൊണ്ട് സമൂഹത്തിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളും എല്ലാം വികസിപ്പിച്ച് നൽകാൻ സാധിക്കുമെങ്കിൽ അത് വളരെ ഉചിതമായ ഒരു കാര്യമായിരിക്കും എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
അപ്പോൾ സൈദ്ധാന്തികമായ പഠനത്തോടൊപ്പം തന്നെ പ്രായോഗിക തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനുള്ള ഒരു ഉൾക്കാഴ്ചയും കൂടി ചേരുന്ന തരത്തിലുള്ള ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ ഒന്നാം ബജറ്റിൽ തന്നെ എല്ലാ സർവകലാശാലകളിലും ട്രാൻസ്ലേഷണൽ റിസർച്ച് സെന്റേഴ്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം പ്രഖ്യാപിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് വളരെ ശ്ലാഘനീയമായ ഒരു നടപടിയായിട്ട് തുടരുകയാണ്. ഡോക്ടറേറ്റ് എടുത്ത നമ്മുടെ യുവ ഗവേഷകർ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോ എന്ന നിലയിൽ സമർപ്പിക്കുന്ന പ്രപ്പോസൽസ് വളരെ നിശിതമായി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ എക്സ്പേർട്സ്, ഇന്റലക്ച്വൽസ്, അക്കാഡമീഷ്യൻസ് എല്ലാവരും വെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഫെലോഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രപ്പോസൽസിനാണ് പ്രാധാന്യം കൊടുത്തത്. കൃഷി, വ്യവസായം, ആരോഗ്യം തുടങ്ങി മർമ്മപ്രധാന മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവയ്ക്ക് പരിഹാരം കാണാനുള്ള യുവ ഗവേഷകർക്കുള്ള പ്രോത്സാഹനം എന്ന നിലയിൽ പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ഫെലോഷിപ്പ് ലഭിക്കാവുന്ന നിലയിലാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നൽകി വരുന്നത്. 2 വർഷമാണ്. ആദ്യ വർഷം പ്രതിമാസം 50,000 രൂപ വീതവും, രണ്ടാം വർഷം അത് 1 ലക്ഷം രൂപ വീതവുമാണ് നൽകുന്നത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ഗവേഷക ഫെലോഷിപ്പാണ് അത്. വളരെ മാതൃകാപരമായ ഒട്ടേറെ പ്രൊജക്ടുകൾ യുവ ഗവേഷകർ ഇതിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിലൊക്കെയുള്ള മടത്തക്കാളി എന്ന് ഞങ്ങളുടെ പ്രദേശത്തൊക്കെ വിളിക്കുന്ന ആ ചെറിയ കായല്ലേ, ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല, അതിൽ നിന്ന് ക്യാൻസറിന് മരുന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള ഗവേഷണം ഉൾപ്പെടെ നിരവധിയായിട്ട് നമ്മുടെ പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ഏറ്റുവാങ്ങുന്ന യുവ ഗവേഷകർ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ കൈരളി റീസർച്ച് അവാർഡുകൾ കഴിഞ്ഞ 4 വർഷവും 5 ലക്ഷം രൂപ വരെ വരുന്ന റീസർച്ച് അവാർഡുകൾ വിതരണം ചെയ്യാൻ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 25 ലക്ഷം രൂപയാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള റീസർച്ച് അവാർഡ്. വളരെ ശ്രദ്ധേയമായ സംഭാവനകൾ സമൂഹത്തിന് നൽകിയ റീസർച്ചേഴ്സിന്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള മുതിർന്ന ഗവേഷകർക്കാണ് ആ 25 ലക്ഷം രൂപയുടെ അവാർഡ് നൽകിയിട്ടുള്ളത്. തിരഞ്ഞെടുക്കപ്പെട്ട യുവ ഗവേഷകർക്ക് 5 ലക്ഷം രൂപ വരുന്ന റീസർച്ച് അവാർഡുകൾ നൽകി വരുന്നുണ്ട്. ഞാനിതൊക്കെ ഇവിടെ വിസ്തരിക്കുന്നത് ഇന്ന് ഈ പദ്ധതിയിലേക്ക് കടന്നു വരുന്ന യുവ ഗവേഷകർക്ക് അവരുടെ ഗവേഷണാത്മക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രചോദനമാകണമെന്ന് കരുതിയാണ്. ഇന്നിപ്പോൾ നമ്മളിവിടെ ആരംഭിക്കുന്ന പദ്ധതി ഒരു ചെറിയ ചുവടുവയ്പ്പാണ്, പക്ഷെ ഒട്ടേറെ പേർക്ക് അത് ആശ്വാസകരമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. മറ്റൊരു ഫെലോഷിപ്പും ലഭിക്കാത്ത, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെയോ കേരളത്തിലെ സർവകലാശാലകളുടെയോ യാതൊരു വിധത്തിലുള്ള ധനസഹായവും ലഭിക്കാത്ത യുവ ഗവേഷകർക്കാണ് പ്രതിമാസം 10,000 രൂപ വീതം വരുന്ന 1,20,000 രൂപ അല്ലെ ലഭിക്കുന്ന നമ്മുടെ ഈ ഫെലോഷിപ്പ് നൽകി വരുന്നത്. അത് പഠനവേളയിൽ ഉടനീളം അവർക്ക് ലഭിക്കുന്നതാണ്. 144 പ്രപ്പോസലുകളാണ് ലഭിച്ചത്. അതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി 143 പേരുടെയും അപേക്ഷകൾ പരിഗണിച്ച് സ്വീകരിച്ച് അവരെ ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഇനി 2ാം വർഷവും 3ാം വർഷവും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അപേക്ഷകൾ തുടർന്ന് പരിഗണിക്കണം എന്ന നിലയിലുള്ള അപേക്ഷകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഏറ്റവും പെട്ടെന്ന് ആ അപേക്ഷകൾ കൂടി പ്രോസസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഇപ്പോൾ ലഭ്യമായിട്ടുള്ള 144 അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 143 പേരാണ് ഇന്ന് ഇത് ഇവിടെ ഏറ്റുവാങ്ങുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവേഷണ വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 1,20,000 രൂപ എന്ന നിലയിൽ 3 വർഷത്തേക്ക് 3,60,60,000 രൂപ സ്കോളർഷിപ്പ് നൽകുന്ന CM റിസർച്ച് സ്കോളർഷിപ്പ് പദ്ധതി നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. 2025 ജനുവരി സെഷനിൽ പ്രവേശനം ലഭിച്ച ഗവേഷണ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പരിഗണിച്ചത്. അപ്പോഴാണ് നിലവിൽ ഗവേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ വിദ്യാർത്ഥികൾ മറ്റ് സ്കോളർഷിപ്പുകൾ ഒന്നും ലഭ്യമല്ലാത്തവർ തങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് തങ്ങളെ കൂടി പരിഗണിക്കണം എന്ന അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 1/1/2025 2ാം വർഷവും 3ാം വർഷവും ഗവേഷണം തുടരുന്ന വിദ്യാർത്ഥികളെ കൂടി എത്രയും പെട്ടെന്ന് ഈ പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നതിനാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത് എന്ന് കൂടി അറിയിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ യുവ ഗവേഷകർക്ക് തങ്ങളുടെ നിർഭരാവസ്ഥയിൽ ഒരു ചെറിയ കൈത്താങ്ങാവാൻ സർക്കാരിന് കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിന്റെ പേരിൽ പഠനം കുട്ടികൾക്ക് കീറാമുട്ടിയാകരുത് എന്ന് നിർബന്ധമുണ്ട് ഈ സർക്കാരിന്. അതുകൊണ്ടാണ് വളരെ ഗംഭീരമായ മറ്റൊരു പദ്ധതി സർക്കാർ നടപ്പാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം തിരഞ്ഞെടുക്കപ്പെടുന്ന 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണത്. ആ പദ്ധതി പ്രകാരം സാമ്പത്തികമായും സാമൂഹ്യമായും അരികുവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളിലുള്ള കുട്ടികൾക്കാണ് പരിഗണന നൽകുന്നത്. അതായത് സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിലയിലുള്ള വിദ്യാർത്ഥികൾ, എന്നാൽ ഏറ്റവും മെറിറ്റുള്ള ഏറ്റവും മാർക്കൊക്കെ നേടിയിട്ടുള്ള നല്ല റാങ്കുള്ള വിദ്യാർത്ഥികളെയാണ് അതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് എന്നുള്ളത് രാജ്യത്ത് കേരളത്തിൽ മാത്രമാണ് നടപ്പാക്കുന്നത് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പാണ് 1 ലക്ഷം രൂപയുടെ ഈ സ്കോളർഷിപ്പ്. അപ്പോൾ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നല്ല രീതിയിലുള്ള ചലനാത്മകത ഉണ്ടാകണമെന്ന് കരുതിയാണ് ഈ പദ്ധതികളാകെ നടപ്പാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കിഫ്ബി പദ്ധതിയിലൂടെ, റൂസ പദ്ധതിയിലൂടെ, സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചൊക്കെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നിൽ പോയിട്ടുണ്ട്. നല്ല സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടി ഉള്ള അക്കാഡമിക് കോംപ്ലക്സുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ, നല്ല ലാബ് കോംപ്ലക്സുകൾ, ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ ഇന്ന് കേരള സർവകലാശാലയിലും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. കുസാറ്റിലെ IT കേന്ദ്രിത ലാബ് സമുച്ചയം ഞാൻ ഈയിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കമ്പ്യൂട്ടർ ഫെസിലിറ്റി ലാബാണ് അത്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അധ്യാപകർക്കും മാത്രമല്ല വ്യവസായികൾക്ക് കൂടി പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അത് ഉപയോഗിക്കുന്ന വ്യവസായികൾ അല്ലെങ്കിൽ ക്യാമ്പസിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ളവർക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റിക്ക് ഒരു ചെറിയ ഫീസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ നിലയിൽ ഒട്ടേറെ കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള മികച്ച ലാബ് സമുച്ചയങ്ങൾ നമുക്കിന്നുണ്ട് എന്നുള്ളതും അഭിമാനകരമായ കാര്യമാണ്. കൂടുതൽ പേർക്ക് ഏറ്റവും മികച്ച ഏറ്റവും ആധുനിക രീതിയിലുള്ള യന്ത്ര സംവിധാനങ്ങളും റിസർച്ചിന് വേണ്ട സൗകര്യങ്ങൾ, ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഈ സർക്കാരിൻ്റെ ഒരു ദൗത്യമാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് കൈകോർത്ത് പിടിച്ച് മുന്നേറാം. നാളത്തെ നവകേരളത്തിന്റെ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന മിടുക്കികളും മിടുക്കന്മാരുമാണ് ഇന്ന് ഈ വേദിയിൽ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത് എന്നുകൂടി സസന്തോഷം ഞാൻ സൂചിപ്പിക്കട്ടെ. വളരെ പ്രത്യാശാപൂർവമാണ് നിങ്ങളെ ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യം. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ആന്റണി രാജു MLA അവർ, നമ്മുടെ ഉദ്ഘാടകയായി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു, വേദിയിലുള്ള മറ്റ് ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, പ്രിയങ്കരായിട്ടുള്ള
വിദ്യാർത്ഥിനികൾ, അതോടൊപ്പം രക്ഷകർത്താക്കൾ, മറ്റു പ്രിയമുള്ളവരെ, ഇവിടെ വളരെ വിശദമായി തന്നെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലൊരു അവാർഡ്, സ്കോളർഷിപ്പും അവാർഡും ഒക്കെ നൽകുന്നു എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ സൂചിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമുക്കറിയാം, ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള ഭരണം വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നന്നായി വേദി ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഈ വിമൻസ് കോളേജാണ്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതും അതോടൊപ്പം തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതുമൊക്കെ നമ്മുടെ ഈ കോളേജ് പരിസരം കൂടിയാണ്. സ്വാഭാവികമായും അത്തരത്തിൽ ഒരു അഭിമാനമുണ്ട് നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു പ്രവർത്തനം നടത്തുവാനുള്ള വേദിയായത്. നമ്മുടെ കുട്ടികളുടെ ഭാവി, നമ്മുടെ അടുത്ത തലമുറയെ എത്ര കണ്ട് സുരക്ഷിതമായി അടുത്ത സമൂഹത്തിൽ കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യം താഴെ സാമൂഹ്യക്ഷേമ വകുപ്പ് മുതൽ തുടങ്ങി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വരെയുള്ള പ്രവർത്തനങ്ങളിൽ ആ കരുതൽ, ആ ഗവൺമെന്റിന്റെ കരുതൽ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായും വരുന്ന കാലഘട്ടങ്ങളിൽ അതിജീവിക്കുവാൻ ഈ കരുത്ത്, ആ വിദ്യാഭ്യാസം, അവരുടെ അറിവ്, അവർക്കതിന് ഉള്ള ഗുണപ്രദമായിട്ടുള്ള ഒരു വേദി ഒരുങ്ങട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതാണ് ഇപ്പോൾ ഈ ഏർപ്പെടുത്തിയ പുതിയ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ളത്. തീർച്ചയായും നമ്മുടെ തലമുറ, ഈ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുന്ന പുതിയ തലമുറയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനവും ആശംസയും അറിയിച്ചുകൊണ്ട്, നാളെ പുതുവർഷമാണ്, എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആർദ്ര PR, അഖിന N, അലൈൻ മോണിക്ക ജോർജ്, അമൽ പ്രസാദ്, ആമിനത്ത് നീതു CA, സാറ മറിയ, അന്ന അനന്യ KP, അന്ന മേരി ജോയ്,